UDF അവതരിപ്പിക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുകയാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും BJP നേതാവുമായ V. രാജേഷ് പറഞ്ഞു. UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് LDF പിന്തുണ നൽകിയാൽ കേരളത്തിലും ഇന്ത്യ മുന്നണി നടപ്പിലാകും. അങ്ങനെയെങ്കിൽ ചാത്തന്നൂർ MLAയും BJP നേതാവുമായ BB ഗോപകുമാർ നിയമസഭാ പ്രതിപക്ഷ നേതാവായി മാറുമെന്നും V. രാജേഷ് പറഞ്ഞു. ഈ അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിശ്വാസം പാസ്സാൻ പോകുന്നില്ല, അവിശ്വാസം പാസ്സാകുകയും പോകുന്നില്ല, കേരളം മുഴുവൻ നാണം കെടാനും പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവിടെ BB ഗോപകുമാറിനെ ഇരുത്തണം. സ്വാഭാവികമല്ലേ? ഇവരൊന്നായി കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് മാറിയിട്ട് അവിടെ BB ഗോപകുമാർ MLA, ചാത്തന്നൂർ MLA, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായിരിക്കും അവിടുത്തെ പ്രതിപക്ഷ നേതാവായി വരാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് നീട്ടുന്ന കരങ്ങളിൽ CPM ആദർശം വെടിഞ്ഞ് എന്ന് കൈ കൊടുത്തിട്ടുണ്ടോ അതിനുശേഷം CPMൻ്റെ വളർച്ച പടവലങ്ങിയ പോലെ, അല്ലെങ്കിലും അങ്ങനെ ആവും. കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രാവർത്തികമാക്കുന്നു. അതിന് തിരുവനന്തപുരം രാഷ്ട്രീയ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷം. BJPക്ക് 101-50 സീറ്റാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ 6 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കും. ജനാധിപത്യത്തിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.